నేను ఫిక్స్ అయిపోయా భయ్య. ఈ న్యూస్ ప్రతి ఒక్కరు చూసే ఉంటారు. ఈ న్యూస్ చూసాక నాకైతే చాలా బాగా అనిపించింది. ఇతని పేరు అఖిల్, మలయాళం ఇన్ఫ్లుయెన్సర్. యూట్యూబ్ లో 4.9 మిలియన్ ఫాలోవర్స్ ఉన్నారు. అదే విధంగా ఇన్స్టాగ్రామ్ లో 1.6 మిలియన్ ఫాలోవర్స్ ఉన్నారు. అసలు స్టోరీ ఏంటంటే అఖిల్ కి 2 years బ్యాక్ మ్యారేజ్ అయింది. ஸோ இன்ஸ்டாகிராம திறந்தானே இந்த ஒரு வீடியோ தாங்க வந்துகிட்டே இருக்கு. கேரளால அகில் என்ஆர்டி ஒரு ஆக்டர் இன்ஃபுளுசரா எல்லாருக்குமே தெரியுங்க. இன்ஸ்டாகிராம்ல 1.7 மில்லியன் ஃபாலோவர்ஸ் வச்சிருக்காங்க. அவருடைய வீடியோஸ்லாம் எல்லாருக்குமே பிடிக்குங்க. அந்த அளவுக்கு காமெடி அண்ட் ஃபன்னா இருக்குங்க. சோ அவருக்கு என்ன ஆச்சுன்னா ரீசெண்டா அவருக்கு மேரேஜ் முடிஞ்சு 2 years ஆச்சு. சோ அவர் லவ் மேரேஜ் தான் பண்ணிருந்தாங்க. அவருக்கு இப்படி ஒரு நிலைமை வரும்னு யாருமே எதிர்பார்க்க மாட்டாங்க. சோ அவருடைய ஒய்ஃபை வந்து அவர் படிக்க வைக்காக காலேஜ். വെൽക്കം ബാക്ക്. ആദ്യം തന്നെ ആമുഖമായിട്ട് ചില കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ വീണ്ടും ഈ ഒരു വിഷയം എടുത്തത്. ചിലർ ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം എടുത്തത്. അതായത് ചിലർ അവിടെ ഇരുന്ന് ചില ഡയലോഗുകൾ ചില വീഡിയോസ് ചെയ്യുമ്പോൾ അതിന് മറുപടി നമുക്ക് കൊടുത്തേ മതിയാവും. ഈ ഒരു വിഷയത്തിൽ അതായത് നമ്മൾ ആദ്യം കണ്ടത് തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ വന്ന ന്യൂസാണ്. അഖിൽ എൻആർഡിയുടെ ഭാര്യ ഒളിച്ചോടിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്തുള്ള ചാനലുകളിൽ മെയിൻ സ്ട്രീം ചാനലുകളിലടക്കം ഓൺലൈൻ ചാനലുകളിലടക്കം വന്ന ന്യൂസാണ്. അത് ഈ ഒരു വിഷയം അത്രയും വൈറലായി. ഈ ഒരു വിഷയം വൈറലായതിനെ തുടർന്ന് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇതിനെതിര്, അതായത് ഈ ഒരു സംഭവം ഇത്രയും മോശമാക്കിയത് റിയാക്ഷൻകാരാണെന്നും പറഞ്ഞുകൊണ്ട് ചില അപരാധി മക്കൾ ഇറങ്ങിയിട്ടുണ്ട്. അവരെ ഒന്ന് എക്സ്പോസ് ചെയ്യേണ്ട അത്യാവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ അഖിൽ എൻആർഡിയുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ നിമിഷം അന്വേഷിച്ചിരിക്കുകയാണ്. അതായത് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാനാണ് ഇൻസ്റ്റയിൽ ആദ്യം വീഡിയോ ആയിട്ട് ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം, അതായത് ഇങ്ങനെ റൂമർ വന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്തത്, റിയാക്ഷൻ ചെയ്യുന്ന എല്ലാ ആൾക്കാരും നല്ല കാര്യം ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല, ഫേക്ക് കമ്പനിയിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. ഞാൻ ഈ വിഷയത്തിൽ 2 വീഡിയോ ഇട്ടത് രണ്ടും എവിഡൻസ് കളക്ട് ചെയ്തതിനു ശേഷം മാത്രമാണ്. അതിൽ പൂർണ്ണ സപ്പോർട്ട് ഈ അഖിൽ എൻആർഡിക്കാണ് കൊടുത്തത്. ഒരു രീതിയിൽ അവനെ ഞാൻ മോശമാക്കിയിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം ആദ്യം തന്നെ വന്നിരുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ ചെറുക്കന് പ്രശ്നങ്ങളുണ്ട്, ഇവൻ ഗെയ്യാണ്, ഇവന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്നൊക്കെയുള്ള വ്യാജമായ പ്രചരണങ്ങൾ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ പെങ്കൊച്ച് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായ പ്രചരണങ്ങൾ, വീഡിയോ ആയിട്ടല്ല ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വിടുന്ന കുറച്ച് പ്രചരണങ്ങളുണ്ടായി. അതിന് 2 million വ്യൂസ് ഉണ്ടായി. അത് കണ്ടപ്പോൾ ഞാൻ ചെയ്തത് നേരെ ഞാൻ ഇവരുമായി ബന്ധപ്പെട്ട് അഖിലിൻ്റെ ഒരു ടീമുണ്ടല്ലോ, ഏതാണ്ട് 9 പേരടങ്ങുന്ന ഒരു ടീമുണ്ട്. അവരെ ഞാൻ ബന്ധപ്പെട്ട് വ്യക്തമായ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത്. യാഥാർത്ഥ്യം ജനങ്ങൾ അറിയണം, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. അതിൽ ഈ പെങ്കൊച്ച് കാണിച്ചത് അങ്ങേയറ്റം തോന്നിയവാസം, തന്തയില്ലായ്മയാണെന്ന് പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നുള്ളതുകൊണ്ടാണ് വീഡിയോ ഇട്ടത്. അതേതാണ്ട് 4.4 മില്യൺ ആൾക്കാരാണ് കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ. ആ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന ഏതാണ്ട് 3 ലക്ഷത്തോളം ഷെയറുകളാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളിൽ ഏതാണ്ട് 1200ഓളം കമൻറ്റുകൾ വന്നിരിക്കുന്നതിൽ 95% കമൻറ്റുകളും ഈ ഒരു പെൺകുട്ടിയെ ശകാരിച്ചുകൊണ്ടുള്ള ചെയ്ത രീതി, ഒളിച്ചോടി പോയത് ഓക്കെ, ഒളിച്ചോടി പോകുന്ന അവരോട് ഇഷ്ടമാണ്, പക്ഷേ ചെയ്ത ഈ രീതി ഒട്ടുമേ ശരിയായില്ലെന്നുള്ള കമൻറ്റുകളാണ് വന്നത്. കമൻറ്റുകൾ അവിടെ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയെ തുടർന്ന് ഒരുപാട് വീഡിയോ അതിന് ശേഷം വരുന്നുണ്ട്. ഞാനിതുമായി ബന്ധപ്പെട്ട് 2 വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അത് എന്താ പറയുക, വളരെ വ്യക്തമായി മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഇത് വലിയ രീതിയിൽ വൈറലാവുന്നു, എല്ലാവരും ഈ വിഷയം ഏറ്റെടുക്കുന്നു. കള്ളം, അതിൻ്റെ ഇടയിൽ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞവരുണ്ട്. പക്ഷേ ഈ ചെറുക്കനുമായിട്ട് അനുഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇത് പിടിക്കാത്ത കുറച്ച് അപരാധികൾ എന്ന് പറയാൻ കാരണം അതിലൊരു പ്രമുഖനെ ഞാൻ കാണിച്ചു തരാം. അവനെ മാത്രമാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവൻ്റെ പേരാണ് JBI സാർ എന്ന് പറയുന്ന, അവനൊരു അധ്യാപകനാണെന്നാണ് പറയുന്നത്. JBI സാർ അവൻ ഇന്നലെ ചെയ്ത വീഡിയോ ഏതാണ്ട് 50K ആൾക്കാർ കണ്ടിരിക്കുന്നു. അവൻ കുറച്ച് പേരുടെ ഫോട്ടോസ് ഇതേപോലെ സായി അടക്കമുള്ള ആൾക്കാരുടെ, എൻ്റെയൊക്കെ അതുലിൻ്റെ തീർത്ഥാത്തയുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോക്കിർത്തനം ഇവൻ ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുകയാണ്. അതായത് ഞാൻ ഈ വിഷയത്തിൽ അഖിലിന് സപ്പോർട്ട് കൊടുക്കുകയും ഈ പെണ്ണ് ചെയ്തത് അങ്ങേയറ്റം തോന്നിയവാസമാണെന്ന് പറഞ്ഞത് തെറ്റാണോ? അത് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്കില്ലേ? എന്ത് ഫേക്ക് കമ്പനിയിലാണ് ഇട്ടത്? ഏത് രീതിയിലാണ് ഇവരെ ബുള്ളി ചെയ്തത്? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അപരാധി മക്കൾ, അതായത് ഇത് ചെയ്തത് തെറ്റായിപ്പോയെന്ന് വിമർശിക്കുന്ന അപരാധി മക്കളോട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഖിലിൻ്റെ ഫാമിലിയിൽ ആരെങ്കിലും അല്ലെങ്കിൽ അഖിലിൻ്റെ ടീമിലെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കമൻറ്റ് എവിടെങ്കിലും, ഏതെങ്കിലും, ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെയോ ഏതെങ്കിലും വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് എവിടെ ഇട്ടിട്ടുണ്ടോ? അവർക്കിത് മാനഹാനിയാണ് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ലെന്നും പറഞ്ഞ് 9 ആൾക്കാരുണ്ട് അവരുടെ ടീമിൽ. ഏതെങ്കിലും ഒരാൾ, എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ആളുകൾ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടോ? ഞാൻ ഈ നിമിഷം വിളിച്ചു ചോദിച്ചു അഖിലിൻ്റെ ടീമുകളോട്, ഞാനിട്ട ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഹെർട്ടായിട്ടുണ്ടോ? അഖിലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവരിന്ന് കാണുന്ന പോലുമില്ല, അവരതിനെക്കുറിച്ച് വറീഡേയല്ല. അവനതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ അപരാധി മക്കൾ, അതായത് ഈ രീതി വീഡിയോ ചെയ്ത അപരാധികളും ഇവന്മാർക്കും വ്യൂസിന് വേണ്ടിയാണ് ഇവന്മാർ വീഡിയോ ചെയ്തത്. അല്ലാതെ ഈ പറഞ്ഞ അഖിലിനെ സപ്പോർട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ഇതിലൊരുത്തൻ ഈ JBI TV എന്ന് പറയുന്ന ഇവൻ എന്തുകൊണ്ട് ഈ പെണ്ണിനെ വിമർശിച്ചില്ല? അപ്പോൾ ഇവനെ പോലുള്ള പുരോഗമനവാദികൾ, കപട പുരോഗമനവാദികൾ, ഇവന്മാർക്ക് ഈ പറഞ്ഞ അവിഹിതം, ഞാൻ ഒരിക്കലും അവിഹിതത്തെ സപ്പോർട്ട് ചെയ്യത്തില്ല.
നിനക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഞാൻ അവിഹിതം ചെയ്യാറില്ല, ഇനി ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. ഞാനുമായി ബന്ധപ്പെട്ട ഒരു അവിഹിതം ഉണ്ടായി എന്നുള്ള രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടിയെ നിർത്തും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ തട്ടിപ്പ്, ഫ്രോഡ് ഫണ്ടിങ്, പെൺകുട്ടികളെ ചീറ്റ് ചെയ്യുക, അശ്ലീല മെസ്സേജ് അയക്കുക, അത്തരം പരിപാടികൾ ഒന്നും ചെയ്യാത്തൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ഉറപ്പായി ഇത് വിമർശിക്കാം. എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും, നാളുകളിലും ഇതുപോലുള്ള അപരാധ പ്രവൃത്തികൾക്ക് എന്നെ പിടിക്കത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് വിമർശിക്കാം. പിന്നെ ഈ ഒരു വിഷയത്തിൽ ഈ പെൺകുട്ടി ചെയ്ത ഈ കൊടും ക്രൂരത നിങ്ങൾ അറിയാതെ പോലും, അതായത് ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി, അവരുടെ വോയിസ്, ഞാൻ ഈ വോയിസ് വെക്കാറില്ല, ഒരുപാട് വോയിസ് എൻ്റെ കയ്യിലുണ്ട്. ആ ചേച്ചി പറയുന്നതാണ്, അതായത് ഓണക്കോടിക്കുള്ള എല്ലാ തുണികളും എടുത്ത് അഖിലിനെ കൊണ്ട് എടുപ്പിച്ച് മേഘയും അമ്മയും തുണി തയ്ക്കാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച അവരെ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ തുണി ഇതുവരെ കിട്ടിയിട്ടില്ല. ഓണത്തിനേക്കുള്ള തുണി എടുത്തുകൊണ്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് ഒളിച്ചോടുന്നതിൻ്റെ അവസാന നിമിഷം വരെ ഇവനോടൊപ്പം സസന്തോഷം തിന്നുണ്ടുറങ്ങി സുഖിച്ച് ജീവിച്ച ഈ ഒരു പെണ്ണ് രാത്രി ഇറങ്ങിപ്പോയ പോക്കൊന്ന് ആലോചിച്ച് നോക്കണം. ഈ പെണ്ണിനെ എപ്പോഴും നമ്മൾ കാണുമ്പോഴത്തേന് കയ്യിൽ മൊബൈലുണ്ട്. അതായത് അഖിൽ ഏത് പരിപാടിക്ക് വന്നാലും കയ്യിൽ ഇങ്ങനെ മൊബൈലും കൊണ്ടാണ് ഈ പെണ്ണ് കിടക്കുന്നത്. ആ സമയത്തെല്ലാം ഈ ഡ്രൈവർ അണ്ണനുമായിട്ട് അനുപേട്ടനുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ അഖിൽ ഇവളുമായിട്ട് പ്രണയമാവുന്ന ചാറ്റിങ്ങിലൂടെയാണ്, ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റിങ്ങിലൂടെ ഒരുപാട് തവണ ചാറ്റ് ചെയ്തതിനു ശേഷമാണ് പ്രണയമാവുന്നതെന്ന് അഖിൽ പറയുന്നത്. അപ്പോൾ ഈ പെങ്കൊച്ചിനെ സംബന്ധിച്ച് ചാറ്റിങ് വലിയൊരു വീക്ക്നെസ് ആണ്. പക്ഷേ ഈ പെങ്കൊച്ച് ചെയ്ത മറ്റൊരു നാർത്തരം എന്ന് പറയുന്നത് ഈ കൂട്ടുകാരികളോട്, അതായത് ഇവളുടെ കൂട്ടുകാരികളോട് കുറച്ച് ആളുകൾക്ക് മുമ്പേ ഈ ഒരു വിഷയം, അതായത് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല, ഈ ഒളിച്ചോട്ടം പ്ലാൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ടായിരിക്കാം തൻ്റെ കൂട്ടുകാരോട് ഇവന് ചില പ്രശ്നങ്ങളുണ്ട്, ഇവൻ ഗയ്യാന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞ് പലരും പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇതുകൊണ്ടാണ് ഈ ഒരു പെങ്കൊച്ച് പോയതെന്ന് ആലോചിച്ച് നോക്കുക. ഏതാണ്ട് 1 വർഷത്തോളം പ്രേമിക്കുന്നു. 3 വർഷം മുന്നേ ഇവർ തങ്ങളിലുള്ള വീഡിയോ അടപ്പമുണ്ട്. ഏതാണ്ട് 3.5 വർഷമായി ഇവർ തങ്ങളിൽ കാണാൻ തുടങ്ങിയിട്ട് 1.5 വർഷം പ്രേമിക്കുന്നു. അതിനുശേഷം ഇവർ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച് ഏതാണ്ട് 21 മാസം ഒരുമിച്ച് ജീവിക്കണോ ഇവൻ ഗയ്യാണെന്ന് മനസ്സിലാക്കാൻ? ഞാൻ ചോദിക്കുന്ന ഈ ഒരു തോന്നിവാസം പോയതോ പോയി ഇവള് പറയണമായിരുന്നു. ഈ ചെറുക്കനെ പറ്റി ഒരു ഇല്ലാവചനം ഇവള് പറയണമായിരുന്നു. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വെക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മാനമര്യാദയ്ക്ക് ഇരിച്ചെഴുതി അറിയാതെ ഇവനെ അപമാനപ്പെടുത്താതെ ഇവള് ഡൈവേഴ്സായി പോയി കഴിഞ്ഞാൽ എന്താണ് തെറ്റ്? ആ ഒരു വിഷയത്തിൽ ഇവളെ വിമർശിക്കുന്നവരെ എങ്ങനെയാണ് അവരെ തെറി പറയാൻ സാധിക്കുക? അതിലെന്താണ് തെറ്റ്? നാളുകളിൽ ഇങ്ങനെ ഒരു പെൺകൊച്ച് ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ പറ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പിന്നെ ഒരു ഗുണം ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവനെ ഒന്നും ചെയ്യാതെ കൊല്ലാതെ പോയി എന്നുള്ളതാണ്. പിന്നെ ഈ കൊണ്ടുപോയ അനൂപ് ഇവളെ എങ്ങനെ വിശ്വസിക്കും? ഓണക്കോടി അടക്കം തയ്ക്കാൻ എടുത്തിട്ട് അത് കിട്ടാൻ വേണ്ടി കാത്തിരുന്നവരാണ് 2 പേരും. ഓണപ്പൂക്കളം ഒരുക്കാൻ വേണ്ടി കാത്തിരുന്നവരാണ്. ആ ഒരു വ്യക്തിയാണ് ഈ ഒളിച്ചോടുന്നത്. ഈ കൊണ്ടുപോയാൻ എങ്ങനെ വിശ്വസിക്കും? നാളെ എല്ലാ വിഷയത്തിലും ഇവൾ അതീവ സുന്ദരിയാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അപ്പോൾ എല്ലാ വിഷയത്തിലും ഇവളെ അവൻ സംശയിക്കത്തില്ലേ? സംശയരോഗം ഇവരുടെ വീട്ടിലുണ്ടാവത്തില്ലേ? ഈ ഒരു വിഷയത്തിൽ കുറച്ച് പേര് സായി കൃഷ്ണനെ, സീക്രട്ടയനെ ട്രോളിക്കൊണ്ട് വീഡിയോ ഇടുന്നുണ്ട്. സീക്രട്ടയന്റെ പല വിഷയങ്ങളിലും നമുക്ക് എതിർപ്പൊക്കെ ഉണ്ട്. സീക്രട്ടയന്റെ ഈ ഒരു വിഷയത്തിൽ ചെയ്തത് വലിയ അപരാധമാണെന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് അവന്റെ ജോലി കണ്ടന്റ് ക്രിയേറ്റിംഗ് ആണ്. അപ്പോൾ അവൻ ഈ വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ, ഈ ഒരു വിഷയം അവൻ വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് അവന്റെ കമന്റ് ബോക്സിൽ ചോദിക്കും, എന്താ സുഹൃത്തായിട്ടാണോ അഖിലിന്റെ പറയാത്തതെന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടില്ലേ? ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ അവൻ്റെ ജോലി അവൻ ചെയ്ത്, കൃത്യമായി അവൻ ജോലി ചെയ്തു. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ സീക്രട്ട് ഏജന്റിനെ ഇങ്ങനെ ഏറിക്കയറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇനി ഈ ഗോസിപ്പ് എന്ന് പറയുന്ന സാധനം അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ലോകത്തെവിടെ പോയാലും, ഇപ്പം നോർത്ത് ഇന്ത്യയിൽ പോയാലും ലോകത്തെവിടെ പോയാലും, ഏത് ഇൻഡസ്ട്രിയിൽ പോയാലും, ഏത് നാട്ടിൽ പോയാലും ഗോസിപ്പുകൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും എല്ലാ കാര്യങ്ങളും ഇഴകീറി പരിശോധിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവന്മാരും ഈ പറഞ്ഞ അഖിൽ എന്നാണ്ടിയുടെ ഭാര്യ ഒളിച്ചോടാതിരുന്നപ്പോൾ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയിട്ടുണ്ടോ? ഈ വീഡിയോ ഇടുന്ന ആരെങ്കിലും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ച് പുറത്തിട്ടിട്ടുണ്ടോ? ഈ ഒരു പെങ്കൊച്ച് ഇങ്ങനെ അപരാധം കാണിച്ചതിന് ശേഷമല്ലേ ഇത് വാർത്തയിൽ വന്നത്. പിന്നെ വേറൊരു വിഷയം, അതായത് JBTV എന്ന് പറയുന്നവനെ കുറിച്ച് ഞാൻ പറയാം. ഈ JBTV എന്ന് പറയുന്ന ഈ കപട പുരോഗമനവാദികൾ ഇവനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും രക്ഷപ്പെടാത്ത ഇവൻ ഏതാണ്ട് 4 ചാനൽ തുടങ്ങിയവനാണ്. ആ 4 ചാനൽ ക്ലച്ച് പിടിച്ചില്ല. ഇവന് പിന്നെ ട്രാവൽ വ്ളോഗ് തുടങ്ങി, അതും ക്ലച്ച് പിടിച്ചില്ല. ഇവൻ്റെ പെങ്ങളൂടെ തുടങ്ങി. ഇവൻ മറ്റേ എന്താ പറയുക, പിന്നെ സിനിമാ നിരൂപണം തുടങ്ങി, അവിടെ പരാജയപ്പെട്ട്, അതിലിപ്പോൾ കാണാൻ ആളില്ല. തുടങ്ങിയതെല്ലാം പരാജയപ്പെട്ട ഒരു പടുവാഴ. ഈ ഒരു വാർഡ് സാറാന്ന് പറയുന്ന അധ്യാപകനായിരുന്നു. അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി അവിടെയും പോകുന്നില്ല. ഇപ്പോൾ അവൻ വക്കീൽ പഠിക്കുമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാ മേഖലയിലും പരാജയപ്പെട്ട നിങ്ങൾ നോട്ട് ചെയ്ത ഈ ഒരു പടുവാഴ നാളെ ഇതേപോലെ റിയാക്ഷൻ ചെയ്യും. ഇവന് നിവൃത്തിയില്ലാതെ വരുമ്പോൾ, കാരണം ഇവന് വേറെ ഒരു ചുരപ്പുമില്ല, ഇവനൊരു വരുമാനവുമില്ല. ഇവൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവന് ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, ബിഗ് ബോസിനെ വിമർശിച്ചിട്ട് ബിഗ് ബോസിന്റെ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവനാണ്. ബിഗ് ബോസ് കാണുന്നത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞവനാണ്. അതായത് പല തന്തയ്ക്ക് പറഞ്ഞൊരു സ്വഭാവം കാണിക്കുന്ന ഒരു പരമനാറി. അവന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും വെറുതെ എൻ്റെ ഒരു ഫോട്ടോ അനാവശ്യമായിട്ട് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ആളുകളുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടൽ എന്ന് പറയുന്ന ഈ ഒരു നാറി ഞാനുമായിട്ട് ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടായപ്പോഴത്തേനും എൻ്റെ വീട്ടിൽ
വീട്ടുകാരുടെ വൈഫിൻ്റെ അമ്മയുടെ കുട്ടികളുടെ ഫോട്ടോ അടക്കം കൊണ്ടുവച്ച് വീഡിയോ ചെയ്ത് അപരാധം പറഞ്ഞ് വീഡിയോ ചെയ്ത ഒരു പരമനാറി. ആ വീഡിയോ അവിടെ നീ എന്താ വീഡിയോ മുക്കിയത്? ഇവൻ ചെയ്ത പരിപാടി, ഇവൻ ഇതിനു മുമ്പ് ആരിഫ് ഹുസൈനെ കൊണ്ടുവന്ന് മതരൂപീകരണം നടത്തി മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ അടിക്കാൻ നോക്കി. അതുകൊണ്ടാണ് ഇവൻ്റെ ചാനൽ പോകാത്തതെന്ന് അവിടെ കമൻറ്റ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇവൻ ചെയ്ത പരിപാടി ഒരുപാട് കാര്യങ്ങൾ പയറ്റി നോക്കി, ഒന്നിൽ ക്ലച്ച് പിടിച്ചില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് റിയാക്ഷൻ, അതായത് ഇവൻ്റെ ആദ്യകാലത്തെ പരിപാടി എന്ന് വെച്ചാൽ റീൽസ് റിയാക്ഷൻ, കൊച്ചു പെൺപിള്ളേരെ കൊണ്ടുവന്നിട്ട് ഇവൻ ഭയങ്കര റിയാക്ഷൻ നടത്തി. അതും ഇപ്പോൾ ഇല്ല, ആ വീഡിയോസ് എല്ലാം ഡിലേറ്റ് ആയി. അതായത് ഇവൻ ചെയ്ത അപരാധങ്ങളെല്ലാം ഡിലേറ്റ് ആക്കിയിട്ട് ഇപ്പോൾ ഒരു മിശികായാവാൻ വന്നിരിക്കുകയാണ്. അത് നാട്ടിൻ തോലിട്ട് ഒരു ചെന്നായിയാണ് ഇവന്ന്, വളരെ വ്യക്തമാണ്. എന്നിട്ട് ഇവൻ വന്നിട്ട് ഇപ്പോൾ കൊണാധികാരം നടത്തുവാണ്. ഇവൻ്റെ വീഡിയോസിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ചെയ്തിട്ടുള്ള നല്ല കണ്ടന്റുകൾ മാത്രമേ ഉള്ളൂ. അപരാധം എല്ലാം ഡിലേറ്റ് ആക്കിയിട്ട് വലിയ മിശികയായിട്ട് ചാഞ്ഞിരിക്കുകയാണ്. നാണം ഉണ്ടോ നിനക്ക്? നല്ല ആരോഗ്യം ഉണ്ടല്ലോ? നീ പോത്തിനെ തീറ്റാൻ പോയി റിയാക്ഷൻ ചെയ്യുന്നവരുടെ വ്യൂസ് കണ്ടിട്ട് നീ എന്തിനാ അസൂയപ്പെടുന്നത്? മര്യാദയ്ക്ക് റിയാക്ഷൻ ചെയ്യാമല്ലോ. ഞാനിട്ട വീഡിയോസിൽ എന്താ ഞാൻ കള്ളത്തരം പറഞ്ഞേ? അത് നീ കാണിച്ചാൽ, ഞാൻ പറഞ്ഞ കള്ളത്തരം ഒന്ന് കാണിച്ചാൽ. നീ ചെയ്തിട്ടില്ല. വിജയുടെ അവീതം, ഇവൻ വിജയുടെ അവീതം എന്താ കൊണ്ടിട്ടെ? വിജയുടെ അവീതം എന്ന് പറയുന്നത് അത് ഒരു പൊതുവിഷയമാണോ? ഒരു പേഴ്സണൽ ഇഷ്യൂ ഇല്ലടാ അപരാധി മോനെ, എന്തിനാ നീ വീഡിയോ ചെയ്തേ? അപ്പോൾ ഇതുപോലുള്ള ആളുകൾക്ക് എനിക്ക് പറയാനുള്ളത്, ഇവൻ പറഞ്ഞേക്കുന്നത്, അതായത് നമ്മുടെയൊക്കെ വീഡിയോ കാണുന്ന ഈ പറഞ്ഞ 4 മില്യൺ ആൾക്കാർ വീഡിയോ കണ്ടതിന് ശേഷം ഏതാണ്ട് 3.5 ലക്ഷം 4 ലക്ഷം ആൾക്കാർ അത് ഷെയർ ചെയ്തേക്കും. ഇവൻ പറയുന്നത് നമ്മുടെയൊക്കെ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് മനോരോഗികളാണെന്നാണ് പറയുന്നത് കമൻ്റ് ഇടുന്ന ആൾക്കാർ. അതായത് പറയുന്നത് ഇവൻ്റെ വ്യൂവേഴ്സ് മാത്രം മെച്ചപ്പെട്ടവർ. അതായത് ഇവൻ വിഭാവനം ചെയ്യുന്ന ഒരു ലോകം എന്ന് പറയുന്നത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരദൂഷണമോ കുശുമ്പും കുന്നായ്മ ഒന്നും പറയാത്ത ഒരു എന്താ പറയുക ഒരു ലോകം. അങ്ങനത്തെ അവിടെ ഒരു മിശികയാണ് ഇവൻ, പരമനാറി. എനിവേ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം. നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അവിഹിതങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ടുണ്ടോ? ഈ പെങ്കൊച്ച് ഒളിച്ചോടി പോയത് ഓക്കെ, അവളുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ രീതിയിൽ പോവുക, ഒരുതിനോടൊപ്പം ജീവിക്കുമ്പോൾ അവിഹിതം നടത്തുക, ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാനൊരിക്കലും അങ്ങനെ ചെയ്യത്തുമില്ല. എൻ്റെ ഭാര്യയോടൊപ്പം ഞാൻ ജീവിക്കുമ്പോൾ ഒരു അവിഹിതം ഞാൻ നടത്തത്തില്ല. എൻ്റെ ഭാര്യയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സഹിക്കത്തില്ല. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നിങ്ങൾ അവിഹിതത്തിന് സപ്പോർട്ടുണ്ടോ? അല്ലെങ്കിൽ അവിഹിതം ചെയ്യുന്ന അപരാധികളെ സപ്പോർട്ട് ചെയ്യുന്ന പുരോഗമനവാദികളാണെന്ന് നടിക്കുന്ന JBA TV പോലുള്ള ഈ അണ്ണന്മാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുന്നത്. അതേ വീഡിയോ ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.